എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ മൈക്രോഗ്രീൻ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ മൈക്രോഗ്രീൻസ് ഫാമിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ. വെറും 10 ദിവസം കൊണ്ട് അടുക്കളയിൽ തന്നെ വെച്ച് വളർത്തിയെടുക്കാവുന്ന ഈ ഇലച്ചെടികൾ മറ്റ് ഇലച്ചെടികളേക്കാൾ ഏറെ പോഷക സമ്പുഷ്ടമാണ്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ മൈക്രോഗ്രീൻസ് വീട്ടിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്നതിനെക്കുറിച്ചും ഇവ ഉപയോഗിച്ച് ചെയ്യാവുന്ന റെസിപ്പികളെക്കുറിച്ചുള്ള വീഡിയോ കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇത് തയ്യാറാക്കാനായി ഒരു പാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിടാം. ഈ കടുക് പൊട്ടിത്തീരാറാകുമ്പോഴേക്കും ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3-4 ചെറുള്ളി ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഈ ഉള്ളി മൂത്ത് ഗോൾഡൻ കളർ ആവണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും പകുതി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടുന്നു. ഇനി ഇതിലേക്ക് 2 ചെറുള്ളി, 1 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങ കൂടി ചേർത്തൊന്ന് ഒതുക്കിയെടുത്താൽ അരപ്പ് റെഡിയായി. ഈ അരപ്പ് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് ക്യാരറ്റ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ക്യാരറ്റ് 90% വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈക്രോഗ്രീൻസ് ചേർക്കാം. ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻസ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ഈ ഇലകൾക്ക് ചെറിയ വേവേ ഉള്ളൂ. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വളരെ രുചികരമായ മൈക്രോഗ്രീൻസ് ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞങ്ങളുടെ മറ്റു മൈക്രോഗ്രീൻസ് റെസിപ്പികൾ കാണാൻ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാമിംഗ് ആണിത്. നിങ്ങളെല്ലാവരും മൈക്രോഗ്രീൻസ് വീട്ടിൽ വളർത്തി ഇതുപോലത്തെ റെസിപ്പികൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ. ടേക്ക് കെയർ.